അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ യാത്ര അല്പസമയത്തിനകം. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ശുഭാൻഷു ഉൾപ്പെടെയുള്ള 4 പേരെയും കൊണ്ട് ആക്സിയം 4 ദൗത്യം അല്പസമയത്തിനകം തന്നെ കുതിച്ചുയരും. ദൗത്യം ആരംഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്ക് രാജ്യത്ത് നിന്നൊരാൾ ആദ്യമായി എത്തുകയാണ്. ബഹിരാകാശത്തേക്ക് എത്തുന്ന രണ്ടാമത്തെ ആളായി മാറുകയാണ് ശുഭാൻഷു ശുക്ല. രാജ്യത്തെ സംബന്ധിച്ച് 41 വർഷങ്ങൾക്ക് ശേഷം രാകേഷ് വർമ്മയ്ക്ക് ശേഷം ആദ്യമായ ഒരാൾ ബഹിരാകാശത്തേക്ക് കാലുകുത്തുകയാണ്. ഈ ദൗത്യം കൃത്യമായി വിജയിച്ചാൽ 6 തവണ തീയതി മാറ്റി നിശ്ചയിച്ച ശേഷമാണ് ആക്സിയത്തിന്റെ ഈ ദൗത്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ, ഒപ്പം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളൊക്കെ കടന്നിട്ടാണ് പിന്നീട് ഈ വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിയത്. ശരിക്കും കഴിഞ്ഞ മാസം ഈ ദൗത്യം നടക്കേണ്ടതായിരുന്നു. പിന്നീട് പലതവണ മാറ്റി ഇപ്പോൾ ഈ ദൗത്യം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു യാത്രയാണ് ശുഭാൻഷു ശുക്ല നടത്താൻ പോകുന്നത്. ഉത്തർപ്രദേശുകാരനായ ശുഭാൻഷു ശുക്ല ഈ യാത്രയിൽ പങ്കെടുക്കുന്ന നാസയുടെയും ISROയുടെയും സഹകരണത്തോടെ ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കൻ കമ്പനിയായ ആക്സിയം ആണ് ഈ ദൗത്യം നടത്തുന്നത്. ആക്സിയമിന്റെ 4 മിഷനിൽ 4 പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളാണ് ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ല. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ഒരു ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിലാണ് 4 പേരടങ്ങുന്ന ഈ ആക്സിയം 4 മിഷൻ സംഘാംഗങ്ങൾ യാത്ര ചെയ്യുക. ഗഗൻയാൻ, ഇന്ത്യയുടെ ഏറ്റവും നിർണായക ദൗത്യമായ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമാണ് ശുഭാൻഷു ശുക്ല. അതുകൊണ്ട് തന്നെ ശുഭാൻഷു ശുക്ലയുടെ ഈ ബഹിരാകാശ യാത്രയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. വിവിധ പരീക്ഷണങ്ങൾ ശുഭാൻഷു ശുക്ല ബഹിരാകാശ നിലയത്തിൽ നടത്തും. അത് ഇനിയുള്ള ഇന്ത്യയുടെ പരീക്ഷണങ്ങൾക്ക് മുതൽക്കൂട്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 7 പരീക്ഷണങ്ങളാണ് ഈ ശുഭാൻഷു ശുക്ലയുടെ ഈ യാത്രയുടെ ഭാഗമായി ബഹിരാകാശ നിലയത്തിൽ നടക്കാൻ പോകുന്നത്. ഈ സുനിത വില്യംസ് ഒക്കെ ബഹിരാകാശത്ത് പോയി തിരിച്ചെത്തിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം മസിലുകളുടെ ശോഷണം. അവർ കുറേ കാലം പിന്നീടും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടാണ് സാധാരണ നിലയിലേക്ക് മടങ്ങിയത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതടക്കമുള്ള നിർണായക പരീക്ഷണങ്ങൾ ശുഭാൻഷു ശുക്ല ഈ ബഹിരാകാശ യാത്രയോടൊപ്പം നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ സംബന്ധിച്ച്, ഒപ്പം സൂക്ഷ്മാണുക്കളുടെ വികാസം സംബന്ധിച്ച്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രികരുടെ ഈ മസിലുകളുടെ ശോഷണം സംബന്ധിച്ച്, വിത്തുകളുടെ വളർച്ച സംബന്ധിച്ചൊക്കെ വിവിധ തരങ്ങളിലുള്ള പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ശുക്ല നടത്തുക. ഓരോന്നും അത് ജീവശാസ്ത്രത്തിലും ഒപ്പം തന്നെ ഈ ബഹിരാകാശ ശാസ്ത്രത്തിലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ പരീക്ഷണങ്ങളായാണ് ഇവയെ കണക്കാക്കുന്നത്. പ്രധാനപ്പെട്ടത് ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് രാജ്യത്തൊരാൾ ഇത്തരത്തിലൊരു ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. നമ്മൾ ഗഗൻയാനുമായി മുന്നോട്ട് പോകുമ്പോൾ അത് പല ഘട്ടങ്ങളിൽ ഉപകരിക്കും എന്നുള്ളതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതോടൊപ്പം ഈ ശുഭാൻഷു ശുക്ലയോടൊപ്പം സഞ്ചരിക്കുന്ന 3 പേരെ കൂടി സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ബഹിരാകാശത്തേറെ പരിചയസമ്പത്തുള്ള അമേരിക്കയുടെ നാസയുടെ തന്നെ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സൺ ആണ് ഈ ദൗത്യത്തിൽ തലപ്പത്തുള്ളത്. പെഗി വിറ്റ്സൺ നേരത്തെ തന്നെ യാത്ര നടത്തി വളരെ പരിചിതയായ ആളായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഗുണം പെഗി വിറ്റ്സനുമായിട്ടുള്ള ഒപ്പമുള്ള ശുഭാൻഷു ശുക്ലയുടെ ഈ യാത്ര ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി സോവോ സുസാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി ടിപ്പർ കാപ്പു എന്നിവർ മിഷൻ സ്പെഷ്യലിസ്റ്റായി ഈ ദൗത്യത്തിന് ഒപ്പം ഉണ്ട്. ശുഭാൻഷു ശുക്ല ഈ മിഷന്റെ മിഷൻ പൈലറ്റായിട്ടാണ് എത്തുന്നത്. 14 ദിവസം, അതായത് ഇന്നത്തെ ഈ യാത്ര
14 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തി മടങ്ങിയെത്താനാണ് ഈ മിഷൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. 12:01 എന്നുള്ള ഒരു സമയമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അവസാനവട്ട ആ കൗണ്ട് ഡൗൺ ആണ്. 50 സെക്കൻഡുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട നാസയുടെയും ISROയുടെയും ഒക്കെ സഹകരണത്തോടെ നടക്കുന്ന ദൗത്യം, അത് ഇന്ത്യയെ സംബന്ധിച്ച് ISROയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ പരീക്ഷണങ്ങളുടെ ഭാഗമാകുന്ന ദൗത്യമാണ്. ശുഭയാത്രയ്ക്ക് ആശംസകൾ നേരുകയാണ് ലോകം മുഴുവൻ. ഇനി യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകാതെ വളരെ ശുഭകരമായി യാത്ര അവസാനിക്കണമെന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ഈ യാത്ര എത്തും എന്നാണ് നിലവിൽ. റെഡി, കൗണ്ട് ഡൗൺ. For 3 nations, a new chapter in space takes flight. Godspeed, AX4. T+30 seconds into flight with the Axiom 4 crew on board Dragon, headed to the International Space Station. Waiting to hear call-outs from the Falcon 9 engineering. Max Q. അങ്ങനെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ ദൗത്യം ആരംഭിച്ചിരിക്കുന്നു. ആക്സിയം 4 മിഷന്റെ ദൗത്യം കുതിച്ചുയരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന, കഴിഞ്ഞ മെയ് മാസം തൊട്ട് കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ തീയതി മാറ്റുന്നതനുസരിച്ച് പുതിയ മാറ്റങ്ങളോടെ അല്ലെങ്കിൽ കൃത്യതയോടെ ഈ പദ്ധതി മിഷൻ പൂർത്തിയാക്കാനാകും എന്നുള്ള പ്രതീക്ഷയോടെയായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ നാസയുടെ ഈ ദൗത്യം നേരിട്ട് ദർശിക്കാനായി ISROയുടെ അടക്കം പ്രതിനിധികൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം 4:30 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ഇത് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ശുഭാൻഷുവിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇത് സംസാരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശുഭാൻഷു ശുക്ലയുടെ കുടുംബം അടക്കം ഈ ദൗത്യത്തിന്റെ പങ്കാളി, അതായത് ഈ ദൗത്യം കാണാൻ ആകാംക്ഷയോടെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കെനഡി സ്പേസ് സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നുള്ള ആളുകൾ, ഒപ്പം ISROയുടെ പ്രതിനിധികളടക്കം ഈ ദൗത്യത്തിന്റെ ആ ഒരു ദൗത്യം കാണാനായി കെനഡി സ്പേസ് സെന്ററിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ഈ പേടകം എത്തിച്ചേരുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെയ് 29 നിശ്ചയിച്ചിരുന്ന യാത്ര പല കാരണങ്ങൾ, സാങ്കേതികമായ ചില കാരണങ്ങൾ, ഒപ്പം കാലാവസ്ഥയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഒക്കെ കാരണം മാറ്റിവെച്ച് പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് ദൗത്യസംഘം യാത്ര തിരിച്ചിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ചരിത്രപരമായ നേട്ടം കൈവരിക്കുകയാണ് ഈ ദൗത്യത്തിലൂടെ. 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകാനാണ് ശുഭാൻഷു ശുക്ല ഈ യാത്ര നടത്തുന്നത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ആളായും ശുഭാൻഷു ശുക്ല ഈ ദൗത്യം വിജയിക്കുന്നതോടെ മാറും എന്നുള്ളതാണ്. ഈ ദൗത്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ദൗത്യ സംഘം അംഗങ്ങൾ കുടുംബത്തോട് യാത്ര പറയുന്നതടക്കമുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. And that call out from Mission Control means Dragon copy, nominal trajectory. Everything is right on track.
First view of the crew. They're നേരത്തെ inside സൂചിപ്പിച്ചതുപോലെ Dragon. തന്നെ ഇന്ത്യയെ Second സംബന്ധിച്ച് stage continuing the ISROയെ fire. സംബന്ധിച്ച് വരുംകാല ബഹിരാകാശ ദൗത്യങ്ങൾക്കൊക്കെ Right now, second നിർണായകമാകാൻ stage just a പോകുന്ന little bit more than യാത്രയാണ് 1G. ശുഭാൻഷു ശുക്ല Somewhat for സൂചിപ്പിക്കുന്നത്. Philip, ഇന്ത്യയെ സംബന്ധിച്ച് 2035 സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാനൊക്കെ ഉള്ള ആലോചനകൾ ഉണ്ട്. ആ ഒരു ആലോചന നടക്കുന്ന ഈ ഘട്ടത്തിലാണ് അത്തരത്തിൽ ശുഭാൻഷു ശുക്ലയെ പോലെ വളരെ മികവുള്ള ഒരാൾ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. 2047 ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മൈക്രോഗ്രാവിറ്റിയിൽ ഈ യാത്ര നടത്തുന്ന പരീക്ഷണങ്ങൾ വളരെയധികം രാജ്യത്തിന് നിർണായകമാണ്. Words we love to hear. Dragon copies, nominal trajectory. Peggy Whitson echoing back the call up from the ground. Now our next major event coming up will be in about 1 minute and 10 seconds. That's going to be the entry burn. Axiom 4 That's where we're വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു. ഇനിയൊരു കാത്തിരിപ്പാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 14 ദിവസമാണ് സംഘം അവിടെ ചെലവഴിക്കുക. ഈ 14 ദിവസം കൊണ്ട് മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ ദൗത്യ സംഘാംഗങ്ങൾ നടത്തും. ഇന്ത്യയെ സംബന്ധിച്ച് 7 വ്യത്യസ്തമായ പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ശുക്ല ഈ ബഹിരാകാശ നിലയത്തിൽ നടത്താൻ പോകുന്നത്. മസിലുകളുടെ ശോഷണത്തെ സംബന്ധിച്ച്, ഒപ്പം സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം എന്നിവയെ സംബന്ധിച്ചുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തും. ആ പരീക്ഷണങ്ങൾ ജീവശാസ്ത്രത്തിലും ഒപ്പം തന്നെ ഈ ബഹിരാകാശ ശാസ്ത്രത്തിലും നിർണായക സ്വാധീനമായി മാറും എന്നുള്ളതിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള യാത്രയാണ് ശുഭാൻഷു ശുക്ല നടത്തുന്നത്. ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയുടെ 4 പേരിൽ ഒരാളാണ് ശുഭാൻഷു ശുക്ല. അതുകൊണ്ട് തന്നെ ആ ഗഗൻയാൻ പദ്ധതിക്ക് വലിയ മുതൽക്കൂട്ടാകും ശുഭാൻഷു ശുക്ലയുടെ ഈ യാത്ര എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ, ഹംഗറി, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർ ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹിരാകാശത്തെ ഏറെ പരിചയ സമ്പത്തുള്ള നാസയുടെ തന്നെ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സൺ മിഷന്റെ തലപ്പത്ത് ഉണ്ട്. ഒപ്പം പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി സോവോസ് ഉസാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികൻ ടീബർ കാബു എന്നിവർ ഈ മിഷൻ സ്പെഷ്യലിസ്റ്റുമാരായും ഈ ദൗത്യത്തിനൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ മിഷൻ പൈലറ്റായി രാജ്യത്തിന്റെ അഭിമാനമുയർത്തി ശുഭാൻഷു ശുക്ലയും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ യാത്രയും ഇനി അദ്ദേഹം ചരിത്രപരമായ ദൗത്യം പൂർത്തിയാക്കി മടങ്ങി വരുന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രാജ്യം. 1ാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. മിഷന്റെ ആദ്യഘട്ടം ഫാൽക്കൺ 9 റോക്കറ്റിൽ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ 4 പേരും യാത്ര തിരിക്കുന്നു. കൃത്യമായ റോക്കറ്റ് കുതിച്ചുയർന്നിരിക്കുന്നു. ആദ്യ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഓരോ നിമിഷവും ആകാംക്ഷയോടെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ദൗത്യമാണ്. ആ ദൗത്യത്തിന്റെ ആദ്യ ഭാഗം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. Seeing those actuating of the grid fins that John mentioned. Stage 1 landing leg deploy. Stage 2 FTSS safe. Stage 1 landing confirmed. That was a picture perfect landing. That was great. Absolutely stunning. വാനോളം അഭിമാനമുയർത്തി ബഹിരാകാശത്ത് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമോ ആ നേട്ടങ്ങളിലേക്കൊക്കെയുള്ള ഇന്ത്യയുടെ യാത്രയുടെ ഒരു ഘട്ടമാണിപ്പോൾ കടന്നു പോകുന്നത്. വിജയകരമായി ഒരു ദൗത്യം ആദ്യ ഘട്ടത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ശുഭാൻഷു ശുക്ലയുടെ ആ ദൗത്യം ഇനി അദ്ദേഹം ബഹിരാകാശ നിലയത്തിൽ എത്തുന്നതും അവിടെ നടത്താൻ പോകുന്ന പരീക്ഷണങ്ങളുടെ വിജയവുമാണ് ഇന്ത്യയെ സംബന്ധിച്ച്, ISROയെ സംബന്ധിച്ച് നിർണായകമാവുക. ആ ചരിത്രത്തിലേക്കുള്ള യാത്രയിലേക്കാണ് ശുഭാൻഷു ശുക്ല. നാളെ വൈകിട്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുക. വൈകുന്നേരം ഏകദേശം 4:30 എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം പിന്നെ 14 ദിവസമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഈ സംഘം തുടരുക. മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ അടക്കം ഈ ബഹിരാകാശ ശാസ്ത്രത്തിൽ നിർണായക പരീക്ഷണങ്ങളാണ് ദൗത്യസംഘം നടത്തുക. SpaceX Dragon
have a nominal orbit insertion. Nominal orbital insertion, SpaceX, and we had an incredible ride uphill, and now we like to set our course for the International Space Station aboard the newest member of the Dragon fleet, our spacecraft named Grace. Grace is more than a name. It reflects the elegance with which we move through space against the backdrop of Earth. It speaks to the refinement of our mission, the harmony of science and spirit, and the unmerited favor we carry with humility. Grace reminds us that spaceflight is not just a feat of engineering, but an act of goodwill. Benefit of every human, everywhere. Over to you, Chip. Launch escape system disarmed. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ് 29 നിശ്ചയിച്ചിരുന്ന യാത്ര സാങ്കേതിക കാരണങ്ങൾ ഒപ്പം കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ഒക്കെ കാരണം വൈകുന്ന ഘട്ടത്തിലേക്ക് എത്തി. ഒരു ആദ്യഘട്ടത്തിൽ മാറ്റിവെക്കുന്നു, പിന്നെ വീണ്ടും മാറ്റിവെക്കുന്നു, 5 തവണ കൂടി മാറ്റിവെച്ച് 6 തവണ മൊത്തം ദൗത്യം മാറ്റിവെക്കുന്നു. 7ാം തവണയാണ് വീണ്ടും നിശ്ചയിച്ച സമയത്തിന് ഈ ദൗത്യം നടപ്പാക്കാൻ നാസയ്ക്ക് സാധിച്ചത്. ആ ഒരു അഭിമാനം കെനഡി സ്പേസ് സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മനസ്സിലാക്കുന്നത് അനുസരിച്ച് ശുഭാൻഷു ശുക്ലയുടെ കുടുംബാംഗങ്ങൾ ഈ വിജയകരമായ ആദ്യഘട്ടം വിജയകരമായ ഈ ദൗത്യത്തെ അല്ലെങ്കിൽ ആ ഒരു വിജയം ആഘോഷിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള മുഹൂർത്തമാണ്. അവരെ മാത്രമല്ല, രാജ്യത്തെ സംബന്ധിച്ച് വളരെ അഭിമാനമായ മുഹൂർത്തം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ് രാജ്യത്തിലെ ഒരു പൗരൻ. ഒപ്പം ഇനിയുള്ള രാജ്യത്തിന്റെ അടുത്ത ബഹിരാകാശ പരീക്ഷണങ്ങളിലൊക്കെ നിർണായക സ്വാധീനമാകാൻ പോകുന്ന ഒരു യാത്രയുടെ ഭാഗമാണ് ഉത്തർപ്രദേശുകാരനായ ഇന്ത്യയുടെ മിഷൻ ഗഗൻയാൻ മിഷന്റെ ഭാഗം കൂടിയായ ശുഭാൻഷു ശുക്ല. ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതോടെ കൂടുതൽ പ്രതീക്ഷ ദൗത്യത്തെ സംബന്ധിച്ച് നമുക്കുണ്ട്. ഏറ്റവും വിജയകരമായി ദൗത്യം പൂർത്തിയാക്കാൻ കഴിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും രാജ്യം ഒരുക്കുന്നതോടൊപ്പം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള എല്ലാ സഹായവും ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനായി ഉണ്ട്. Támogatásodok olyan, mint a szürke hamv alatt nyugvó parázs. Belül csendben ízik, de ha fát dobnak rá, egyként lángol. Hálás és büszke vagyok, hogy a hazánkat képviseltem. Családomnak és barátaimnak köszönöm, hogy ti vagytok a legerősebb támaszaim. A ti hangotok hangosabb, mint a rakétánk, erősebb, mint a gravitáció. ഇന്ത്യയുടെ ഇനിയുള്ള ബഹിരാകാശ യാത്രയിൽ മനുഷ്യ ദൗത്യങ്ങൾക്കുള്ള വലിയൊരു നാഴികക്കല്ലായി മാറുകയാണ് ശുഭാൻഷു ശുക്ല നടത്തുന്ന ഈ യാത്ര. Köszönöm mindenkinek szerte a világon, akik hozzájárultak ez a gyönyörű naphoz. Egynek minden nehéz, soknak semmi sem lehetetlen. Go X4. 1985 ഉത്തർപ്രദേശിൽ ജനിച്ച ശുഭാൻഷു ശുക്ല പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പഠിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായതിനു ശേഷം ഇസ്രോയുടെ പ്രഥമ മനുഷ്യ ബഹിരാകാശ ദൗത്യം ഗഗൻയാനിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളായി മാറുന്നു. പിന്നീട് കഠിനമായ പരിശീലനം റഷ്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതിനു ശേഷം ഗഗൻയാന്റെ പ്രധാന ദൗത്യത്തിന്റെ ഭാഗമാണ്. ഗഗൻയാൻ പദ്ധതി നടപ്പാക്കാൻ രാജ്യം ഒരുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ രാഷ്ട്രം ഇവരെ ആദരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നേരിട്ട് ഇവരെ ആദരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ബഹിരാകാശത്തെ ജീവിതവുമായി പൊരുത്തപ്പെടാനും വലിയ അനുഭവങ്ങൾ നേടാനും ശുഭാൻഷു ശുക്ലയെ സംബന്ധിച്ച് ഈ യാത്ര ഗുണം ചെയ്യും. അത് നമ്മൾ രാജ്യം നടത്താൻ പോകുന്ന വലിയ ബഹിരാകാശ ദൗത്യം ഗഗൻയാന് നിർണായക സ്വാധീനമായി മാറുകയും ചെയ്യും. മൈക്രോഗ്രാവിറ്റി സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഒപ്പം കാലാവസ്ഥ സംബന്ധിച്ച് സാങ്കേതിക വിദ്യാ പരീക്ഷണങ്ങൾ തുടങ്ങി വിവിധ കാര്യങ്ങൾ ഈ 14 ദിവസത്തെ ബഹിരാകാശ ജീവിതത്തിൽ നിന്ന് ഈ സംഘം മനസ്സിലാക്കും. അത്തരം പരീക്ഷണങ്ങളുടെ ഫലം ഇനിയുള്ള നാസയുടെയും ഒപ്പം ISROയുടെയും ഒക്കെ ഇനിയുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന
പരീക്ഷണങ്ങളാണ് ഈ ഘട്ടത്തിൽ നടത്താൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിൽ മാറ്റിവെക്കപ്പെടുന്നു. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് സാങ്കേതിക പ്രശ്നങ്ങൾ, ഈ റോക്കറ്റിനുണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ഒപ്പം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ഒക്കെ ദൗത്യത്തെ പലതവണ മാറ്റിവെക്കലിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിച്ചെങ്കിൽ പോലും ആ ദൗത്യം വിജയകരമായി വിക്ഷേപിക്കാൻ നാസയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ആദ്യഘട്ടം കൂടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. രണ്ടാം ഘട്ടവും ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരു ആഹ്ലാദം ആ കെനഡി സ്പേസ് സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. വാനോളം അഭിമാനമുയർത്തി ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. Dragon would abort to a safe location. So we're going to call out each of those milestones as we pass through them. We also just heard the call out for MVAC chill. We're going to trickle just But for now, that will be it for us here in Mission Control Houston. But we'll be back with you at 5 a.m. Eastern for docking, hatch opening, and welcome coverage. So with that, back over to you, operator. ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ 15 വർഷമായി പോർവിമാനങ്ങൾ പറത്തുന്ന മിടുക്കനായ പൈലറ്റാണ് ശുഭാൻഷു ശുക്ല. ആ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക്, മറ്റൊരു പരീക്ഷണത്തിലേക്ക് അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് രാജ്യത്തിൻ്റെ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുന്ന ഒരു മാറ്റം. രണ്ട് ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ആക്സിയം 4ൻ്റെ ആ മിഷൻ. രണ്ട് ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതോടുകൂടി തന്നെ പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ്. രാജ്യത്തു നിന്നുള്ള പ്രതിനിധികളടക്കം ഈ കെനഡി സ്പേസ് സെന്ററിൽ ദൗത്യം വീക്ഷിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ കമ്പനിയുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി 4 രാജ്യങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആക്സിയം എന്നുള്ള സ്വകാര്യ കമ്പനി നടത്തുന്ന ആക്സിയം 4 മിഷനിൽ 4 രാജ്യങ്ങളിൽ നിന്നുള്ള ദൗത്യ സംഘാംഗങ്ങൾ പങ്കെടുക്കുന്നു. അത് അമേരിക്ക, ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങളുടെ കൈകോർക്കൽ എന്നതിനപ്പുറത്തേക്ക് 4 രാജ്യങ്ങളുടെ വലിയ പ്രതീക്ഷകൾ, ആകാശത്തോളം ഉയർന്ന പ്രതീക്ഷകൾ കൂടിയാണ് ആക്സിയം 4 മിഷൻ എന്നുള്ളത്. ലോകം ഇത് സാക്ഷ്യം വഹിക്കുമ്പോൾ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് അഭിമാനത്തിൻ്റെ മറ്റൊരു മുഹൂർത്തമായി മാറുകയാണ്. ഏതായാലും ശുഭാൻഷു ശുക്ലയുടെ ആ യാത്രയ്ക്ക് ശുഭയാത്ര നേരുകയാണ്. ഇനി 2 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. കൃത്യമായി നാളെ വൈകുന്നേരം 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്താൻ കഴിയട്ടെ. ഒപ്പം അവർ പ്രതീക്ഷിക്കുന്ന ആ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി 4 രാജ്യങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്.